ശങ്കരൻകുട്ടി മേനോന്റെ ആനയുടെ പേരെന്താന്നാ പറഞ്ഞേ? വേലായുധൻകുട്ടി. അപ്പൊ കൊമ്പനാ? പിന്നെ കൊമ്പില്ലാതെ വേലായുധൻകുട്ടി പേരിടൂ. എന്താ അമ്മാവ? അപ്പൊ എഴുന്നള്ളത്തിനൊന്നും കൊണ്ടുപോകാറില്ല? അവൻ സ്വയം എഴുന്നള്ളിക്കൊള്ളും. വേലായുധൻകുട്ടിക്ക് അത്ര ബുദ്ധിയാ. അവനെ അവിടുന്ന് മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടതിന്റെ പിന്നില് ഒരു കള്ളക്കളി ഉണ്ട്. എന്താ അത്? ഞാൻ എങ്ങനെയാ നിങ്ങളോടത് പറയാ? പറ കുഞ്ഞാപ്പൂ. വല്ലാതെ നിർബന്ധിച്ചാ പറയാന്നല്ലാതെ. അമ്മിണിക്കുട്ടിക്ക് ഒരു മുറച്ചിറക്കലുണ്ട്, മറ്റൊരു വേലായുധൻകുട്ടി. അതും ആനയാ? അതേതാണ്ട് നമ്മളെ പോലെ മനുഷ്യനാ. അവനും അമ്മിണിക്കുട്ടിയും തമ്മില് ജനിച്ച അന്നു മുതൽ പ്രണയത്തിലാ. ശിവ ശിവ. പടി കയറി വരുന്നത് കല്യാണക്കാരാണോ പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലായുധൻകുട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആനയെ അവിടുന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ തിരിച്ചറിഞ്ഞേന്, മതം പൊട്ടും ചെയ്തേന്. എന്റെ അയ്യപ്പ, ഒരാണിനെ മനസ്സിലിട്ട് നടക്കുന്ന പെണ്ണിനെ ഒരാന കാവലിരിക്കേ. വളരെ ശക്തമായ പ്രണയമല്ലേ ഇത്? അതെ, ഞാനും ഇത് ഇപ്പോഴാ അറിയണത്. ഇതിപ്പോഴെങ്കിലും പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ. ഞങ്ങൾ ഊരുകയാണ്. ഊരുന്നതിന് ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല. എന്നാലും ഇരിക്കട്ടെ, ഒരാള് രക്ഷപ്പെട്ടല്ലോ. അതെ, ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട. അതൊക്കെ അത് അവിടെ ഇട്ടാ മതി. അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോ അല്ലേ വാസു. അയ്യയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ. ഇതൊരു സ്പെയർ ചങ്ങല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ? ഈ മീശ അങ്ങോട്ട് ചേർത്തൊന്നുകൊണ്ട് കൊടുത്താണ്ടല്ലോ. അബദ്ധായോ കുഞ്ഞാപ്പൂ? പേടിക്കണ്ട. വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു. അതെന്താ? പാലം കടന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധൻകുട്ടി അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുട്ടിന്റെ എതിരെ വരുന്നു. അവർക്ക് പോവാൻ വേണ്ടി വഴി ഒന്ന് ഒതുങ്ങി കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ, ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു. അത് ചതിപ്പണിയാ. ഇവിടെ വന്ന MRCP അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോൻ പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി. സംശയമില്ല, അതന്നെ ബുദ്ധി. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട, വഴുക്കും. തെളിച്ചു പറ, അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം? ശരിക്കും പറഞ്ഞാൽ അത് ഞാനും അമ്മടിയും കൂടി അറിഞ്ഞുള്ള ഒരു കറക്കമ്പനിയല്ലേ കുഞ്ഞാപ്പൂ? കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റും എന്റെ വേലായുകുട്ടി. ഈ ഭൂമിനൊരു കറക്കമ്പനിയല്ലേ നവിടി. ശരിക്കും പറഞ്ഞ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതിൽ ഷെയർ വേണ്ടതാ. അവര് അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത്. എന്നോട് കളിക്കണ നാണക്കേട് കാണിക്കുന്നത്. എന്റെ മോൾക്കൊരു കല്യാണം വന്നാൽ കലകരിമിനാര്? എന്താ ആലോചന? 3-4 തറവാട്ടുകാർ വന്ന് നേരാ. അവരെ കാണിക്കാൻ നിങ്ങളെന്തിനാ വെറുതെ ആരാന്റെ പിണ്ടവും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട്? അത് ശരി. അപ്പൊ ഈ മീശയിലാവാസം എടുത്തോണ്ടോടി ആനച്ചങ്ങല അതായിരുന്നു അല്ലേ? സംഗതി നേരാ, ഞാൻ അവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുധൻകുട്ടിക്ക് ബൊക്കിടാണെന്ന് അവരറിഞ്ഞത്. അവര് കാര്യം മാറി. ആ പേരും പറഞ്ഞ് നീ എന്റെ കൈക്കൂലി വാങ്ങിച്ചില്ല ചെറ്റെ. അതിലും വലിയ ചെറ്റത്തരല്ലോ താൻ കാണിച്ചത്. എന്താടാ? വേലായുധൻകുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈക്കൂലി എന്നുള്ളൂ. എന്റെ ഇതിനൊരു കുടുംബ വഴക്കാക്കി നാറ്റിക്കരുത്. ഇതൊരു ദിവ്യമായ പ്രണയമാണ്. വേലാൻകുട്ടി അമ്മണിയും മുഹബത്തിലാണെങ്കിൽ അവര് കെട്ടും. അതിലൊരു കൈക്കൂലിയുടെ പ്രശ്നമില്ല. ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതെ, അധികം ആരും ഇവിടെ വിലസണ്ട. കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത്. ആരായാലും വേണ്ടില്ല, എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും. നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത്. എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിലൊരു കയറ്. അത്രയല്ലേ ഉള്ളൂ. മേനോനത് പുല്ല. ഇതാണ് അമ്പലപ്പറമ്പ്. ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം. നാളെ കാലത്തെ 9 മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും. പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ അമ്മിണിക്കുട്ടി ദേ ഇതിലേ കടന്ന്
വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടിയുടെ അടുത്ത് വരും. ഏയ്, വേലായുധം കുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വായനശാലയുടെ അകത്തിരിക്കാം. അതെങ്ങനെ 9 മണിക്ക് വായനശാല തുറക്കൂലല്ലോ. ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ മറഞ്ഞു നിൽക്കാം. പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത്. ആ സമയം കുഞ്ഞാപ്പു പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം. എന്നാ പിന്നെ കേറി നിലയ്ക്ക് മുഴുവൻ ചെത്തിട്ട് ഇറങ്ങില്ല നല്ലത്. പറയണേ അങ്ങോട്ട് കേക്കടോ. ഇപ്പൊ താൻ കയറുന്നത് ചെത്താനല്ല, ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്ന് നിരീക്ഷിക്കാനാ. ഓ, അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ? ഞാൻ തെങ്ങുമ്മല്, അമ്മിണിയും വേലായുധം കുട്ടിയും വായനശാലയ്ക്കടുത്ത്. ഞാൻ റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു. ഉബൈദ് സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായൻകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു. എല്ലാവരും കയറുന്നു. ഞാനൊരു 60-80 കത്തിച്ചു വിടുന്നു. നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു, മടങ്ങുന്നു. സാക്ഷികള് ഒരു 2 പേര് പോരെ? മാതിയിടോ, ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക. അപ്പോ നാളെ രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു. ആദ്യം അമ്പലം. ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യ തൻവാ വാചാ ധിയാ. സൂക്ഷിക്കണേ മോളെ, അച്ഛൻ അറിയുമ്പോ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ മോള് സമാധാനമായിട്ട് പോ. എന്താ വേലാൻകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോ ട്യൂഷനൊന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഉണ്ടായ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല, അത്ര തന്നെ. അല്ല, ഈയിടെയായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ചേട്ടാ. അതാ. വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ, ഒന്നും പറയണ്ട. ചേട്ടൻ ചെല്ല്, മനുഷ്യൻ ചിരിക്കില്ലേ? എനിക്ക് ധൃതിയില്ലടാ. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ചേട്ടൻ പോ, 9:30 ബസ് പോവും. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്? മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പുറം യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ ചെല്ല്. സത്യം പറഞ്ഞ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ, ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ. എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. വിട്ടോ വിട്ടോ, അവര് പുറപ്പെട്ടു കഴിഞ്ഞ്. വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ. പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലുമ്പോ കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്ന് തള്ളു. എന്നാ ഇറങ്ങാൻ സമയമില്ല. എന്തൊരു കഷ്ട നോക്കണേ ഇത്. അമ്മണി കുഞ്ഞ് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ കത്തി വീശും. ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ കത്തി വീശന. അയ്യോ വേലൻകുട്ടി മോനെ, കൈ. വണ്ടി എടുക്ക്. വണ്ടി എടുക്കാൻ പറ്റില്ല. കേരള വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഈ കാര്യത്തിൽ എന്നെ ഓടിക്കോ, ഓടിക്കോ. ഈ ജീവനോടെ പുല്ല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനമാടാ. ഞാൻ ഓടിയിട്ട് എത്തണില്ല. ഇത് വഴി കൂടുതലായോ? ബസ് ഒന്ന് നിന്നേ. എന്തിനാ മോനെ? ബസ് ഒരു മിനിറ്റ്. എന്താ മോനെ? ഞാൻ ഒന്ന് ഇപ്പൊ ഒരു കാര്യം പറയാനാ. എന്ത് കാര്യമുണ്ട്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ,
ഇവിടെ പോഴി നിന്നെ വേണ്ട. ഇത് മതി. എടാ തെണ്ടി, ദൈവം എന്റെ കൂടെയുണ്ട്. എടി, നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധിയില്ലെന്ന് വിചാരിച്ചോടി. നറുകൾ കുട്ടിയേട്ടാ